ഇത് നമുക്ക് ഏത്തപ്പഴം ബോൾ ഉണ്ടാക്കുന്ന ഇനി നോക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴവും വേണം, പിന്നെ അരി വറുത്ത് പൊടിച്ചതും വേണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നിപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. പിന്നെ അരി വേണം. ഞാനിവിടെ സാധാരണ നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കണ കുത്തരിയാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ അരി ഒന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതേപോലത്തെ കുത്തരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കഴിക്കാൻ എടുക്കണ ഏത് ടൈപ്പ് റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ കുത്തരി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായയും വേണം. ഏലക്കായ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കുറച്ച് ഏലക്കായ ഉള്ളത് കൊണ്ട് തന്നെ ഈ അരി നമ്മളൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടെടുക്കും. അപ്പോൾ അരി പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഏലക്കായയും കൂടിയും ചേർത്തിട്ട് പൊടിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് കാഷ്നട്ടും വേണം, കുറച്ച് ശർക്കരയും വേണം, നെയ്യും വേണം. ശർക്കര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കര ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അത് നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണില്ലേ, അതുമ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചീകിയിട്ടിടുക. പിന്നെ കാഷ്നട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതായിരുന്നാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും വേണം, ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അരി വറുത്തെടുക്കുക. അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. നല്ല കട്ടിയുള്ള പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അപ്പോൾ ഒട്ടും പുക കയറില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരി ചേർക്കുക. ഈ അരി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിങ്ങനെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ മൊരിഞ്ഞ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഈ അരി ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ കിടന്ന് പൊട്ടണത് കണ്ട. അപ്പോൾ അരി എല്ലാവരും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അത് ചിലതും കൂടി മൊരിയാനുണ്ട്. പക്ഷേ ആ പാൻ്റെ ചൂട് കൊണ്ട് അത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞോളും. അപ്പം ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ കുറച്ച് പൊട്ടാനുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പാനിൽ വെക്കരുത്, കാരണം ഇതിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഏലക്കായ കൊണ്ടും ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തൊണ്ടൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ കുരു മാത്രമായിട്ട് ചേർക്കുക. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് പുഴുങ്ങിയെടുത്തേക്കുന്ന പഴം ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ആ പഴമൊക്കെ നിങ്ങൾ പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ ഒരു സമയത്തും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പഴം പുഴുങ്ങിയെടുക്കരുത്. നമ്മൾ ഇഡ്ഡലിക്ക് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കും പഴത്തിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറും. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിതേപോലെ ഇങ്ങനെ 2 പിടി തേങ്ങയാണ് ചേർക്കണത്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് അല്ലാണ്ട് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കണം. അത് ചേർക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണിന് ചേർക്കുന്നത്, കാരണം കുറേ ആയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണിന് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം അരി വറുത്ത് പൊടിച്ചത് ഒരുപാട് ചേർക്കണ്ട, അപ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, കുറച്ചിങ്ങനെ ഒരു നനവിലിരിക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കണില്ലേ, കുറച്ച് ലൂസായിട്ട് ഇരിക്കണില്ലേ, അങ്ങനെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നെയ്യ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിലേക്ക് ചേർക്കുന്നത് എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക.
പിന്നെ അരി വറുത്ത് പൊടിച്ചത് ചേർക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം, കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ശർക്കര ഒന്ന് ചീകിയിടുക. അപ്പോൾ ശർക്കര ചീകിയിട്ടിട്ടുണ്ട്. ഇത് ഇതേപോലെ ഇങ്ങനെ ചീകി തന്നെ എടുക്കണമെന്നില്ല, അത് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഈ ശർക്കര ഇതിലേക്ക് ചേർക്കുക. ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കരുത്, അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ കൂടിപ്പോകും. അല്ലെങ്കിൽ ശർക്കര ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാലും മതി. ഇപ്പോൾ ശർക്കര കുറച്ചൊക്കെ മതിയല്ലോ, അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാണ്ട് ഇതേപോലെ ഇങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഒന്നും കൂടിയും നല്ലൊരു തിക്ക് കോട്ടിങ് വരും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പോണതിന് മുമ്പ് ഇത് ഫസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻകാരാണ്, എഗ്ഗ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം കുറച്ച് മൈദപ്പൊടി, കുറച്ച് വെള്ളം പോലെ, ഒട്ടും കട്ടയായിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് വെള്ളം പോലെ മിക്സ് ചെയ്തിട്ട് മുട്ടയ്ക്ക് പകരം മൈദപ്പൊടി ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുക്കുക. ഞാനിവിടെ ഒരു മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. ഇനി എന്തെങ്കിലുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഓരോ ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ടത് ഇതേപോലെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചാൽ ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ മുട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി കുറച്ച് വെള്ളം പോലെ ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വരണം. ഇത് നീക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ഒന്നും കൂടി നല്ല തിക്ക് കോട്ടിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടിയും ഇതേപോലെ ഇങ്ങനെ മുട്ടയിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നും കൂടിയും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇത് മുട്ടയിലേക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലൊരു തിക്ക് കോട്ടിങ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താലും മതി. കാരണം ഇതിൻ്റെ പുറത്ത് ഭയങ്കര സ്മൂത്തായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ഇത് അധികമായിട്ട് പിടിക്കില്ല. അപ്പോൾ 2 കോട്ടിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോളായിട്ടിടുക. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറും. ഇത് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നല്ലൊരു ഗോൾഡൻ കളർ വേണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, പിന്നെ ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം, അതിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇന്ന് രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത്. ഇന്ന് ഞാൻ ശരിക്കും ഒരു കറി ഉണ്ടാക്കാനായിരുന്നു പരിപാടി ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഇവിടെ നല്ല മഴ, അപ്പോൾ ആകെ മൂടി കെട്ടി നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഈസി ആയിട്ടുള്ള റെസിപ്പി ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ പേര് ഞാൻ എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാർക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.